എത്ര എണ്ണം, അതായത് 2018-ലും 2023-ലും എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും ഈ പറയുന്ന സിലബസ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ആണ്. നിയോനേറ്റ് അസ്ഫിക്സിയ വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെ വരുന്ന ABG ഫൈൻഡിങ്, ലൈക്ക് അനിമൽ മാഗ്നറ്റിസം, പിന്നെ ന്യൂറോ മസ്കുലർ ബ്ലോക്കർ ഇൻ ECT. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ് കമ്പാരിസന്റെ ഒരു ഫോർമുല ഇതാണ്, നമ്മുടെ സ്റ്റാറ്റിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജുസ് അക്കാഡമി. അപ്പൊ നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഡിസംബർ മാസം 31-ാം തീയതിയാണ് പ്രതീക്ഷിക്കുക അല്ലേ. അപ്പൊ അതിന്റെ ഏകദേശം വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. എനിവേ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് അറിയാം. സോ അതോടൊപ്പം അല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ ആ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് അല്ലേ. സോ നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് മുന്നേ കഴിഞ്ഞ 2 എക്സാം, അതായത് കഴിഞ്ഞ 2 അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷന്റെ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2010 ഒരു എക്സാം നടന്നു അല്ലേ. അത് സീനിയർ ലെക്ചറർ ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് എക്സാം ആയിരുന്നു നടന്നത് 2010. അതിനുശേഷം 2018 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ നടക്കുക. അതിനുശേഷം 2023 അടുത്ത നോട്ടിഫിക്കേഷൻ വന്നത്. അത് അഗെയിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന പോസ്റ്റിലേക്കുള്ള എക്സാം ആയിരുന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2026 മേ ബി ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ ഒരു മാസങ്ങളിൽ ആ എക്സാം ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിന്റെ എക്സാം പാറ്റേൺ, അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, അതുകൂടാതെ അതിന്റെ സിലബസ് ഒക്കെ അറിഞ്ഞ് പഠിക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിജയ രഹസ്യം അല്ലെങ്കിൽ വിജയ മന്ത്രം എന്നൊക്കെ പറയുക അല്ലേ. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു 2018-ലെയും 2023-ലെയും എക്സാം. ഇനി 2026 സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാം. നോക്കിയേ, നമ്മൾ ഒരു ഇൻ എ നട്ട്ഷെൽ നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സബ്ജക്ട് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി വൈസ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം, അതായത് 2018-ലും 2023-ലും എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് ആ ഒരു രീതിയിൽ അല്ലെ, ആ ഒരു കാൽക്കുലേഷനോട് കൂടി നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇതിന്റെ ഒരു ട്രെൻഡ് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാവേ. അതായത് 2018 നോക്കിയാൽ ഇവിടെ 2018 നോക്കുമ്പോൾ അതിന് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് MSc ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും എഴുതാം അല്ലെ. സോ നമ്മൾ MSc നഴ്സിംഗിന്റെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മുടെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് റിസർച്ച് അല്ലെ, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് റിസർച്ച് ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ MScക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സംഗതികൾ അല്ലെ. എഡ്യൂക്കേഷനും മാനേജ്മെന്റും റിസർച്ചും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുകൂടാതെ അഡ്വാൻസ് നഴ്സിംഗ് പ്രാക്ടീസ്, അതിൽ നഴ്സിംഗ് തിയറീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അല്ലെ. പക്ഷേ നോക്കിയേ, അതുകൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഈ പറയുന്ന നഴ്സിംഗ് എഡ്യൂക്കേഷൻ, പിന്നെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, അതുകൂടാതെ നോക്കിയാൽ നമ്മുടെ റിസർച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. 2018 എക്സാമിനേഷൻ 2018 എക്സാമിനേഷന് GK ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. GK 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ശരിക്കും PSCയുടെ ഒരു തീരുമാനം വന്നത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ജോലികൾക്ക് ഈ പറയുന്ന ജനറൽ നോളജ് അല്ലെങ്കിൽ GKയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് 2023 GKയുടെ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇനിയുള്ള നോട്ടിഫിക്കേഷൻസിലും ഈ പറയുന്ന നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഈ പറയുന്ന GKയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. നോക്കിയേ, നഴ്സിംഗ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഏകദേശം 3 ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഒരു 5 ക്വസ്റ്റ്യനും, നഴ്സിംഗ് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനൊക്കെയാണ് നമ്മുടെ 2018 എക്സാമിനേഷൻ ചോദിച്ചത്. അത് നോക്കിയേ, 2023 നോക്കുമ്പോഴത്തേക്ക് ഈ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഈ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചെടുത്ത് ഇവിടെ ഏകദേശം 12 ക്വസ്റ്റ്യൻസ് ചോദിച്ചു അല്ലെ. അതുപോലെ നോക്കിയേ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ 2018 ഒരു 5 ക്വസ്റ്റ്യൻ ചോദിച്ചെടുത്ത് 2023 ആയപ്പോഴത്തേക്കോ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു അല്ലെ. നഴ്സിംഗ് റിസർച്ചിൽ വലുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 18, 23 ആയപ്പോഴത്തേക്ക് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല റിസർച്ചിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ പ്രൊഫഷൻ പ്ലസ് നഴ്സിംഗ് റിസർച്ച് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സിലബസിൽ പറയുന്നത് കേട്ടോ. അപ്പം മേ ബി 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാലും ഒരു 5 to 8 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം ഇതൊരു ഹയർ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നഴ്സിംഗ് റിസർച്ച് കൂടെ ഫോക്കസ് ചെയ്തുകൂടാ എന്നില്ല വരുന്ന എക്സാംസിന്. അപ്പൊ ഞാൻ ഇത്രയും നേരം ഞാൻ ഡിസ്കസ് ചെയ്തതിൽ പറയാനായിട്ട് ഉദ്ദേശിച്ച സംഗതി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയാൽ നഴ്സിംഗ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. അപ്പൊ ഇനിയും നമ്മുടെ സിലബസിലും പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. സോ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം.
10 ± 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നഴ്സിംഗ് എഡ്യൂക്കേഷൻ നോക്കിയാൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പ്രതീക്ഷിച്ചത്. അത് ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 ± 2 ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നഴ്സിംഗ് റിസർച്ചിലും നമുക്ക് കാതലായ ഒരു വ്യത്യാസം പ്രതീക്ഷിക്കാം. 2 ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. മേ ബി 5 ± 1 ക്വസ്റ്റ്യൻ വരെ നമുക്ക് റിസർച്ചിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ഒരു ഒരു പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും ഈ പറയുന്ന സിലബസ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാം, എങ്കിലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് തന്നെയാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഇവിടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഇത് ഇൻക്ലൂഡിംഗ് അനാട്ടമി ഫിസിയോളജി ആണ് കേട്ടോ. നമ്മുടെ സിലബസിൽ പറയുന്നത് എത്രയാണ്? 20 ക്വസ്റ്റ്യൻസ് ആണ് മെഡ് സർജ് അലോങ് വിത്ത് അനാട്ടമി ഫിസിയോളജി പറയുക. നോക്കി 2018 16 ക്വസ്റ്റ്യൻസും 2023 20 ക്വസ്റ്റ്യൻസും ചോദിച്ചിരുന്നു മെഡ് സർജ് പ്ലസ് അനാട്ടമി ഫിസിയോളജി. പീഡിയാട്രിക്സ്, OB, അതുകൂടാതെ സൈക്കാട്രി. നമ്മുടെ മേജർ ആയിട്ട് അല്ലെ കാതലായിട്ട് വരുന്ന 3 സ്പെഷ്യാലിറ്റീസ് ആണ് പീഡിയാട്രിക്സ്, OB, സൈക്കാട്രി. നോക്കിയാൽ 15, 15, 9 ആയിരുന്നു 18 ചോദിച്ചത്. അതേസമയം 2023 കഴിഞ്ഞ എക്സാമിൽ ഒരു 11, 10, 10 ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് നോക്കിയാൽ 14 ആയിരുന്നത് 8 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സിലബസിലും പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഞാൻ വേറൊരു ഡിസ്ക്ലൈമർ ഇവിടെ പറഞ്ഞോട്ടെ. ഇതേപടി ഇതിപ്പോൾ നമ്മൾ ശരിക്കും നഴ്സിംഗ് സിലബസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫണ്ടമെന്റൽസിലെ കുറെ ടോപ്പിക്സ് അതേ സെയിം ടോപ്പിക്സ് തന്നെ കമ്മ്യൂണിറ്റിയിൽ വരും. അതിൽ തന്നെ കുറെ ടോപ്പിക്സ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ വരും അല്ലെ. ലൈക്ക് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പോലെയുള്ള സംഗതികളൊക്കെ പലയിടത്ത് വരും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പഠിക്കും, മൈക്രോബയോളജിയിൽ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. അതായത് ഈ പറയുന്ന സ്പെഷ്യാലിറ്റി ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ നഴ്സിംഗ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷന്റെ കൂടെ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. നമ്മൾ അങ്ങനെ ഞാൻ ഈ പറയുന്നതെല്ലാം അതേപടി കറക്റ്റ് ആണ് അല്ലെങ്കിൽ അതേപടി ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് എന്ന് നമുക്ക് 100% ഫുൾ പ്രൂഫായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഏകദേശം വലിയ വ്യത്യാസം ഇല്ലാതെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അലൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നഴ്സിംഗ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു, നഴ്സിംഗ് ഫൗണ്ടേഷൻ, മൈക്രോബയോളജി, ന്യൂട്രീഷൻ, സൈക്കോളജി കേട്ടോ. ഇതിൽ നോക്കിയാൽ 2 ക്വസ്റ്റ്യൻസ് ആണ് 2018 ചോദിച്ചത്. അതേസമയം 2023 ആയപ്പോഴത്തേക്ക് നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കേട്ടോ. നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതുപോലെ തന്നെ മൈക്രോബയോളജി, ന്യൂട്രീഷൻ, സൈക്കോളജി നിന്ന് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന GK നമുക്ക് ഇല്ല, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ നഴ്സിംഗ് റിസർച്ച് ഈ പറയുന്ന പോലെ ഒരു വെയിറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഈ ഒരു ടേബിൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ SM പ്രൊഫഷണൽ നഴ്സിംഗ് എക്സാമിനേഷൻ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം? ഒന്ന് നമ്മുടെ സ്പെഷ്യാലിറ്റീസ്, എല്ലാ സ്പെഷ്യാലിറ്റിയും വളരെ തറവായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി നമ്മുടെ സ്പെഷ്യാലിറ്റി വരുന്നതാണ്. അതുകൂടാതെ നഴ്സിംഗ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച് ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് അറിയാം എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ഒക്കെ നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് കോർപ്പ് നമുക്കറിയാം, പെർഫോമൻസ് അപ്രൈസിൽ അറിയാം, പിന്നെ നമ്മുടെ PERT, GAN ചാർട്ട് അങ്ങനെയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അത് നമ്മൾ സാധാരണ നമ്മുടെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് വെറുതെ ഞാൻ പറയട്ടെ, നമ്മൾ മാനേജ്മെന്റും എഡ്യൂക്കേഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മാത്രം പോയിട്ട് കാര്യമില്ല. അതിന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റിവിഷൻ, അതിൻ്റെ എക്സാം സ്ട്രാറ്റജീസ് അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുമ്പോൾ എഴുതാനായിട്ട് കഴിയട്ടോ. അപ്പം ഈ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി നോക്കിയേ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2023 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സബ്ജക്റ്റ് വൈസ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെഡ് സർജിൽ നിന്ന് ഇൻക്ലൂഡിംഗ് അനാട്ടമി ഫിസിയോളജി ഏകദേശം 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. നോക്കിയാൽ അതിൽ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ ഏകദേശം 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ 4 ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മേ ബി ഇത് കേൾക്കുന്ന സമയം നിങ്ങൾ മേ ബി യാത്രയിലായിരിക്കും, നിങ്ങൾ തിരക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് വാച്ച് ഫോർ ലേറ്റർ ഇട്ട് വയ്ക്കുക. വാച്ച് ഫോർ ലേറ്റർ ഇട്ട് വെച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുക, നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുക. ആ സമയം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഓരോ സിസ്റ്റം വൈസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം നിങ്ങളുടെ മൊബൈലിൽ. കാരണം നമ്മൾ ഓരോ സിസ്റ്റവും പഠിക്കുമ്പോൾ ഇപ്പോൾ നോക്കിയാൽ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ സിസ്റ്റംസ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് ചോദിക്കുക. അപ്പം ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം പാസ് ആകാൻ കഴിയും കേട്ടോ. അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓൺ എ ഹറി പറയും നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ഫ്രഷ് ആകുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക. അതുപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കാം.
നിങ്ങൾ ഈ സിസ്റ്റംസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൂടെ റെഫർ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതുകൂടാതെ നോക്കിയാൽ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് ഇതുപോലെ 3 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് ടെൻഷൻ ന്യൂമോതൊറാക്സിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് കോംപ്ലിക്കേഷൻ ഓഫ് ചെസ്റ്റ് ട്യൂബ് എന്താണെന്ന് ചോദിച്ചിട്ട്, പിന്നെ മാക്സിമൽ എയർ ഇൻഹലേഷൻ ആഫ്റ്റർ ക്വൈറ്റ് ഇൻസ്പിറേഷൻ, അതിന്റെ എന്താ നമ്മുടെ റിസർവ് വോളിയം അല്ലെങ്കിൽ നമ്മുടെ ലങ് വോളിയം ലങ് കപ്പാസിറ്റി ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഒക്കെ എടുക്കുന്ന പേഷ്യന്റ് നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നോക്കിയാൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ GI ഇൻക്ലൂഡിംഗ് ഹെപ്പാറ്റിക് കേട്ടോ. GI സിസ്റ്റം എപ്പോഴും നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഏരിയ ആണ് GI. അതുകൂടാതെ ന്യൂറോ കാർഡിയോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏരിയാസ് ആണ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് നമ്മുടെ GI ഹെപ്പാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചിരുന്നു. എൻഡോക്രൈനോളജി അഗൈൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നോക്കിയാൽ 2 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചിരുന്നു. മസ്കുലോ സ്കെൽട്ടൽ സിസ്റ്റത്തിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ ബോൺ സ്പ്ലിന്റേർഡ് ഇൻറ്റു ഫ്രാഗ്മെന്റ്സ് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ആണ് നമുക്കറിയാലേ, കമ്മ്യൂണിക്കേറ്റ് ഫ്രാക്ചർ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പിന്നെ ഓങ്കോളജി ഹെമറ്റോളജി എന്ന് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 11ഓളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിൽ 2023 ക്വസ്റ്റ്യനിലെ എക്സാമിൽ ക്യാൻസൽ ആയി പോയിരുന്നത് കേട്ടോ. നെക്സ്റ്റ് ടോക്സിക്കോളജി അല്ലെങ്കിൽ നമ്മുടെ സ്നേക്ക് ബൈറ്റ് പോയിസണിങ് അല്ലെ, ആ ടോപ്പിക്കിൽ നിന്ന് സാധാരണ ചോദിക്കുന്നതല്ല, പക്ഷേ ഇവിടെ ചോദിച്ചിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ പോയിസണസ് സ്നേക്ക് ബൈറ്റ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. നെക്സ്റ്റ് നമ്മൾ പീഡിയാട്രിക് നഴ്സിംഗ് അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് നോക്കുകയാണെങ്കിൽ 11 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. അതിൽ GI സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പീഡിയാട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അഗൈൻ പീഡിയാട്രിക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, നമ്മൾ സാധാരണ എപ്പോഴും നോക്കിയിട്ട് പോകുന്ന അല്ലേ, സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ സിസ്റ്റിക് ഫൈബ്രോസിസ്, നമ്മുടെ സ്വെറ്റ് ക്ലോറൈഡ് ടെസ്റ്റ്, അതുകൂടാതെ സാൽബുറ്റമോൾ നെബുലൈസേഷന്റെ ഡോസ് എന്താണ്, അങ്ങനെയുള്ള ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിച്ചിരുന്നു. അതുകൂടാതെ നമ്മുടെ ജനറൽ പീഡിയാട്രിക്സ്, അതായത് ഒരു നമ്മുടെ നിയോനേറ്റ് അസ്ഫിക്സിയ വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെ വരുന്ന ABG ഫൈൻഡിങ് എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു. പിന്നെ നമ്മുടെ ന്യൂറോ മസ്കുലാർ മെച്യൂരിറ്റി, അതിൽ എന്താ സ്ക്വയർ വിൻഡോ ടെസ്റ്റിന്റെ ആംഗിൾ ചോദിച്ചിരുന്നു. പിന്നെ ട്രൈസോമി 21 വളരെ കോമൺ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന അല്ലെ, അതിന്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചർ ആയിട്ടുള്ള ബ്രഷ് ഫീൽഡ് സ്പോട്ടിനെ കുറിച്ച് ചോദിച്ചിരുന്നു. പിന്നെ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷന്റെ ക്രൈറ്റീരിയ, കൂടാതെ സോഡിയം കണ്ടന്റ് ഇൻ ഫ്ലൂയിഡ്സ് ലൈക്ക് ഐസൊലേറ്റ് പി, പിന്നെ OPV വാക്സിന്റെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ നമ്മുടെ OBGയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അതിലും ഈ പറയുന്ന OBGയിൽ അനാട്ടമി ഫിസിയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ആന്റിനേറ്റൽ ഇൻട്രാപാർട്ടം പീരീഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൈനക്കോളജി കൺട്രസെപ്ഷൻ, അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നമ്മുടെ അനാട്ടമി ഫിസിയോളജിയിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ സപ്പോസ് സ്പേം കൗണ്ട് മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എപ്പോഴാണ് വന്നു തുടങ്ങുക എന്നുള്ള രീതിയിൽ, അത് ശരിക്കും പറഞ്ഞാൽ ഗൈനക്കോളജി ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഞാൻ ചോദിച്ചിരുന്നു അത്, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ കൺട്രസെപ്ഷൻ ഗൈനക്കോളജി റിലേറ്റ് ചെയ്തിട്ട് പിന്നെയും അഡീഷണൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കാട്രിക് നഴ്സിംഗ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗിൽ നിന്ന് ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. നോക്കിയേ, സൈക്കാട്രിക് മെന്റൽ ഹെൽത്ത് നഴ്സിംഗിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ 2018 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ഡെപ്തിലാണ് ഈ പറയുന്ന സൈക്കാട്രിക് നഴ്സിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. നമ്മൾ സാധാരണ അങ്ങനെ വളരെ കോമൺ ആയിട്ട് കേൾക്കാത്ത ചില സിൻഡ്രോംസ് കേട്ടോ 2 വർഷം ചോദിച്ചിരുന്നു. നമ്മുടെ ഇനിയുള്ള 2026 എക്സാമിനും നമുക്ക് ഇതേ പാറ്റേണിൽ ഈ പറയുന്ന സൈക്കാട്രിയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നോക്കിയാൽ കൊട്ടാഡ് സിൻഡ്രോം, പിന്നെ നോക്കിയാൽ സുഡോളജിയ ഫെന്റാസ്റ്റിക്ക കേട്ടോ, സുഡോളജിയ ഫെന്റാസ്റ്റിക്ക, അതുകൂടാതെ കോപ്രോലലിയ, പിന്നെ എഗ്ബോം സിൻഡ്രോം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള നമ്മൾ അധികം കോമൺ ആയിട്ട് കേൾക്കാത്ത തരത്തിലുള്ള സിൻഡ്രോംസ്, പിന്നെ നമ്മുടെ ഡിസീസ് കണ്ടീഷന്റെ മാനിഫെസ്റ്റേഷൻസ് ലൈക്ക് പെത്തോളജിക്കൽ ലൈനിനെയാണ് നമ്മൾ സുഡോളജിയ ഫെന്റാസ്റ്റിക്ക എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ടെർമിനോളജീസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. കൂടാതെ നോക്കിയാൽ ക്ലൂവർ ബ്യൂസേസ് സിൻഡ്രോം, പിന്നെ അനഡോണിയ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ അനഡോണിയ നമ്മൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ള സംഗതികളാണ്. പിന്നെ നമ്മുടെ തെറാപ്പീസ്, ഫാർമക്കോളജി, അതുകൂടാതെ ഡ്രഗ് അഡിക്ഷൻ കേട്ടോ. ഇത് ഒരു പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ചേസിങ് ദ ഡ്രാഗൺ, ഏത് പിന്നെ എന്താ സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് അബ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ചേസിങ് ദ ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെറോയിൻ ആണ്. പിന്നെ ഹിപ്നോസിസ് ലൈക്ക് അനിമൽ മാഗ്നറ്റിസം, പിന്നെ ന്യൂറോ മസ്കുലർ ബ്ലോക്കർ ഇൻ ECT. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പിന്നെ ഡിപ്രസീവ് സിംറ്റംസ് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വെയിറ്റേജ് 10 മാർക്കാണ്. ഇവിടെ നമ്മൾ ഏകദേശം ഐഡന്റിഫൈ ചെയ്തത് 8 മാർക്ക്
അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എപ്പിഡമിയോളജി ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതിൽ നിന്ന് ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പബ്ലിക് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ കൺസെപ്റ്റ്സ് കേട്ടോ, അതിൽ ഈ PQLI വളരെ ഇമ്പോർട്ടന്റ് ആണ്. PQLI പിന്നെ HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. സോ ഇതിന്റെ കമ്പോണൻസ് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ ഹെൽത്ത് കമ്മിറ്റീസ് സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളത് ചോദിച്ചിരുന്നു. പിന്നെ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹാർഡ്നെസ് ഓഫ് വാട്ടർ റിമൂവൽ ഉണ്ടായിരുന്നു. പിന്നെ സ്നേഹപൂർവ്വം സ്കീം, അതായത് ഇപ്പോൾ പ്രസന്റ് ആയിട്ട് ഉള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന ഗവൺമെന്റ് സ്കീംസ് അത് റിലേറ്റ് ചെയ്തിട്ട് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ നോക്കിയാൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് അത് റിലേറ്റ് ചെയ്തിട്ട് 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ കോപ്പറേറ്റീവ് കെയർ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഫംഗ്ഷണൽ കൺസെപ്റ്റ് മാനേജ്മെന്റിൽ, പിന്നെ മാനേജ്മെന്റ് ഡെഫിനിഷൻ റിലേറ്റ് ചെയ്തിട്ട് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്താണ്, SWOT അനാലിസിസ് കേട്ടോ, SWOT അനാലിസിസ്, പിന്നെ പെർട്ട് ഗാൻഡ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കുന്നതാണ്. പിന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ ഓപ്പറേഷൻ റിസർച്ച് ഫോക്കസ് ചെയ്യുന്ന എന്താണ്, പിന്നെ റീഓർഡർ ലെവൽ ഫോർമുല, ഇതുപോലെ ഫോർമുല റിലേറ്റ് ചെയ്തിട്ട് സാധാരണ ഇപ്പം റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ മാനേജ്മെന്റിൽ നമ്മൾ അതൊക്കെ കവർ ചെയ്തിട്ടായിരിക്കും പഠിച്ചു പോവുക. പിന്നെ GAN ചാർട്ട്, പിന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പിന്നെ ലീഗൽ ആൻഡ് എത്തിക്കൽ സിവിൽ റോങ് എന്താണ് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അത് ക്യാൻസൽ ആയി പോയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 11 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ക്യാൻസൽ ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ നിന്ന് ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പല പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നഴ്സിംഗ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടെക്നോളജി ഓഫ് സിന്തസിസ്, പിന്നെ അബ്സല്യൂട്ട് ക്ലിനിക്കൽ ഗ്രേഡിംഗ് സ്കെയിൽ, പിന്നെ മാസ്റ്ററി ടെസ്റ്റ് വേരിയബിലിറ്റി, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നോക്കിയ പോഡ്കാസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് അത് ക്യാൻസൽ ആയി പോയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫിലോസഫി ഓഫ് ലേണർ ചോയ്സസ്, പിന്നെ മെന്റൽ ഷോർട്ട് കട്ട്, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഡ്യൂക്കേഷനിൽ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷനും ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് അല്ല ആസ് ഫാർ ആസ് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ. എനിവേ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നഴ്സിംഗിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്കുള്ള എക്സാം ആണ്. അപ്പോൾ സാധാരണ എല്ലാവരും മിസ് ചെയ്ത് കളയുന്ന ഒരു ഏരിയ ആണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുക. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ് കേട്ടോ. അതായത് മെഡിക്കേഷൻ എററിലെ പ്രയോറിറ്റി, എപ്പോഴും പ്രയോറിറ്റി വരിക പേഷ്യന്റിന്റെ സേഫ്റ്റി അസസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പേഷ്യന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രയോറിറ്റി ആണ് അവിടെ വരിക. പിന്നെ എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് ഗോൾ, പിന്നെ മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിൾ, പിന്നെ ബേസിക് കോമ്പീറ്റൻസിന് റിലേറ്റ് ചെയ്തിട്ട്, പിന്നെ തിയറി, നഴ്സിംഗ് തിയറീസിൽ ചോദിച്ചിരുന്നത് മാർത്ത റോജേഴ്സിന്റെ തിയറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ബ്ലഡ് സ്പിൽ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഡിസ്ഇൻഫെക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്നുണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ നഴ്സിംഗ് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ചോദിച്ചിരുന്നത്, ലൈക്ക് EBP റിലേറ്റ് ചെയ്തിട്ട് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ സാധാരണ പാർട്ടിസിപ്പൻസിൽ നിന്ന് ഇൻഫോർമേഷൻ വിത്ത് ഹോൾഡ് ചെയ്യാറുണ്ടല്ലേ, ലൈക്ക് നമ്മുടെ ഇൻഫോംഡ് കൺസെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഏരിയയാണ് ഡിസപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെർമിനോളജി. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ നഴ്സിംഗ് റിസർച്ചിൽ നിന്ന് ചോദിച്ചത്. പിന്നെ മൈക്രോബയോളജി ന്യൂട്രീഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് 2023 എക്സാമിന് ചോദിച്ചിരുന്നത് കേട്ടോ. പിന്നെ കൂടാതെ സൈക്കോളജിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിരുന്നു. നെക്സ്റ്റ് നോക്കിയേ, തൊട്ട് മുന്നിൽ കഴിഞ്ഞ എക്സാമാണ് 2018 അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷന്റെ ഏരിയാസ് ആണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, OB ഗൈനി അല്ലെ, ഒബ്സ്റ്റട്രിക് ഗൈനക്കോളജിക്കൽ നഴ്സിംഗിൽ നിന്ന് ഏകദേശം 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആന്റിനേറ്റൽ പീരീഡ് അല്ലെങ്കിൽ ആന്റിനേറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഈ കാണുന്ന 2 ക്വസ്റ്റ്യൻസ്. അതുകൂടാതെ ഇൻട്രാ പാർട്ടം പീരീഡ് റിലേറ്റ് ചെയ്തിട്ട് 7 ക്വസ്റ്റ്യൻസ് 2018 എക്സാമിന് ചോദിച്ചിരുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ കോംപ്ലിക്കേഷൻസ് കേട്ടോ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന തരത്തിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പിന്നെ ഗൈനക്കോളജിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു നമ്മുടെ 2018 എക്സാമിൽ. നോക്കിയാൽ പീഡിയാട്രിക്സ് നഴ്സിംഗിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് ഈ കാണുന്ന പോലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നിയോനെറ്റോളജിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നും കേട്ടോ 2018 ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ അത്ര സിമ്പിൾ അല്ല. നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതുവാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റാങ്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലിയും ലഭിക്കത്തുള്ളൂ അല്ലെ. പിന്നെ നമ്മുടെ കൺജനിറ്റൽ അനോമലീസ് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ജെനറ്റിക്സ് കേട്ടോ, ജെനറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ജനറൽ പീഡിയാട്രിക്സ്, അതായത് IMNCA റഫറൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പിന്നെ പാരസിറ്റമോൾ ടോക്സിസിറ്റിയുടെ ആന്റിഡോട്ട്, പിന്നെ ഡിസ്ലെക്സിയയുടെ മീനിങ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രിവെന്റീവ് പീഡിയാട്രിക്സിൽ നിന്ന് വാക്സിൻ സ്റ്റോറേജ് ട്രാൻസ്പോർട്ട്, പിന്നെ BFHAയുടെ ഇയർ ഏത് വർഷമാണ് ലോഞ്ച്
ലോഞ്ച് ചെയ്തത് 1991 അല്ലേ, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയാൽ നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് നോക്കുകയാണെങ്കിൽ ഏകദേശം 16 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇൻഫെക്ഷസ് ഡിസീസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് മേ ബി നമുക്ക് കമ്മ്യൂണിറ്റിയിൽ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇൻഫെക്ഷസ് ഡിസീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ റെസ്പിറേറ്ററി ക്രിട്ടിക്കൽ കെയർ കേട്ടോ, റെസ്പിറേറ്ററി ക്രിട്ടിക്കൽ കെയറിൽ നിന്ന് ഏകദേശം 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ന്യൂറോളജി അല്ലെ, ന്യൂറോളജിയിൽ നിന്ന് ഏകദേശം ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ റീനൽ GI സിസ്റ്റത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഓങ്കോളജിയിൽ നിന്ന് അഗൈൻ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2018 എക്സാമിന് ചോദിച്ചിരുന്നത്. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പിഡമിയോളജി ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ 3 ക്വസ്റ്റ്യൻസ് 3+2 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ, ഡിസീസ് കൺട്രോൾ കേട്ടോ. ഇമ്മ്യൂണൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. നോക്കിയാൽ ഇമ്മ്യൂണൈസേഷനും ഡിസീസ് കൺട്രോളും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഏകദേശം നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിരുന്നു. പിന്നെ ഡെമോഗ്രഫി ഫാമിലി പ്ലാനിങ് അഗൈൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൽ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റിന്റെ ന്യൂമറേറ്റർ എന്താണ്, പിന്നെ സെക്സ് കമ്പോസിഷന്റെ ടൂൾ എന്താണ് എന്നൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പിന്നെ നഴ്സിംഗ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഏകദേശം 8 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു നഴ്സിംഗ് മാനേജ്മെന്റ് എഡ്യൂക്കേഷനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏകദേശം 8 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിരുന്നു. പിന്നെ നഴ്സിംഗ് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് പെയർഡ് കമ്പാരിസന്റെ ഒരു ഫോർമുല ഇതാണ് നമ്മുടെ സ്റ്റാറ്റിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു റിസർച്ച് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എത്തിക്സ്, നഴ്സിംഗ് എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ബെനിഫിഷ്യൻസ്, നോൺ മാലിഫിഷ്യൻസ്, പിന്നെ ഫിഡിലിറ്റി ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2018 ഈ പറയുന്ന നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് ചോദിച്ചിരുന്നത്. പിന്നെ നമ്മുടെ സൈക്കാട്രിക് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിംറ്റമറ്റോളജി, പിന്നെ അല്ലാതെ ഡിസോർഡേഴ്സ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോക്കിയാൽ ക്യാബ്ഗ്രാസ് സിൻഡ്രോം ചോദിച്ചിരുന്നു, നമ്മുടെ പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ കാണുന്നതാണ്. അപ്പം അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഈ സിൻഡ്രോം റിലേറ്റ് ചെയ്തിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഫിയർ ഓഫ് കാറ്റ്, ഐലോറോഫോബിയ, ഈ അടുത്തിടെയായിട്ട് ഈ ഒരു ഫോബിയ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു തന്നിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 2018 എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നതാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ എക്സാംസിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എയിം ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരിക, ഏത് രീതിയിലാണ് നമ്മൾ തയ്യാറെടുക്കുക, അല്ലെങ്കിൽ സിലബസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് എക്സാം പെർഫോം ചെയ്യാൻ കഴിയും. നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അല്ലെ PG MSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരുടെയും ഒരു സ്വപ്ന തുല്യമായ പോസ്റ്റാണ് ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എന്ന് പറയുന്ന പോസ്റ്റ്. ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. ഈ പറയുന്ന പോലെ പച്ച മെഷീനൊക്കെ നമുക്ക് സൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക്, സ്വപ്ന തുല്യമായ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ പുതിയ ബാച്ച് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് സമയം അധികം വൈകിപ്പിക്കാനില്ല, കാരണം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ എന്താണെങ്കിലും ഇതിന്റെ എക്സാം ഉണ്ടാവും. ഞാൻ ആദ്യം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണല്ലേ, ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എക്സാമിനേഷൻ പറഞ്ഞ പോലെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ മിക്കവാറും ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ പഠനമൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് തന്നെ നിങ്ങൾ ഗിയർ അപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സമയം ആയിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.